ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കൊണ്ട് നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന പാടുകളും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടല്ലോ. ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുണ്ടിന് ചുറ്റുമൊക്കെ നല്ലതുപോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. പിന്നെ ചിലർ മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, മൂക്കിന് മുകളിലൂടെ ഇങ്ങനെ ലൈൻസ് പോലെ ഡാർക്ക് ലൈൻസ് പോലെ ഉണ്ടാവും. സോ ഇതൊക്കെ മാറ്റാനായിട്ട്, പിന്നെ പ്രത്യേകിച്ചിട്ടോ മുഖക്കുരുവൊക്കെ വന്നു പോയ പാടുകൾ അങ്ങനെയുള്ളതൊക്കെ മാറ്റാനായിട്ട് ഇഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങെന്ന് പറയുന്നത്. പക്ഷെ നമ്മളത് ഉപയോഗിക്കേണ്ട കുറച്ച് രീതികളുണ്ട്. ആ രീതിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതൊരു 2 രീതിയിലാണ് കേട്ടോ, 2 റെമഡി ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് പാക്ക് വലിയ ഇഷ്ടമില്ല. ഫേസ് പാക്ക് കാണിക്കുന്നുണ്ട്. ഫേസ് പാക്ക് ഇഷ്ടമുള്ളവർക്ക് ഫേസ് പാക്ക് ചെയ്യാം. പിന്നെ അത് ഇഷ്ടമില്ലാത്തവർക്ക് സിറമായിട്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചുണ്ടിന് ചുറ്റുമൊക്കെ പിഗ്മെൻറ്റേഷൻ പോലെ, അതുപോലെ ഭയങ്കര കുറച്ച് ഡാർക്ക് കളറിലൊക്കെയാണ് നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ എങ്കിൽ ഫേസ് പാക്കാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ജ്യൂസ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം അതിൻ്റെ ജ്യൂസ് എടുക്കാനായിട്ട്. കാരണം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ ശരിക്കും കുറയാണ് ചെയ്യുക. അപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഫേസ് പാക്ക് ആയാലും സിറം ആയാലും കുറച്ചേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അപ്പോൾ നമ്മൾ എടുക്കുന്നത് നല്ല കോൺസെൻട്രേഷനോട് കൂടി നല്ല കട്ടിക്കുള്ള രീതിയിൽ തന്നെ എടുക്കുക കേട്ടോ, ഒട്ടും വെള്ളം ചേർക്കാണ്ട്. അപ്പോൾ ആദ്യം ഞാൻ 2 റെമഡിയും കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ ജ്യൂസാണ് കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ നല്ല തിക്കായിട്ടുള്ള നീര് വേണം എടുക്കാൻ. ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഹണിയാണ് കേട്ടോ. നമ്മളെടുത്ത സ്പൂണിന് 1 സ്പൂണോളം ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. അലോവേരയും ഹണിയും ഒന്ന് മിക്സായിട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിക്കായിട്ടുള്ള ഒരു സിറാണ് കേട്ടോ കിട്ടുന്നത്. ഒരുപാട് വാട്ടറി അല്ല, അങ്ങനെ ഒരു സിറമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് പാക്ക് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1 സ്പൂൺ ലിക്വറൈസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പാക്ക് ആക്കാം. അപ്പോൾ സിറമാണ് വേണ്ടതെങ്കിൽ ഇതിങ്ങനെയും ഉപയോഗിക്കാം. അതല്ല നിങ്ങൾക്ക് പാക്കാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 സ്പൂൺ, അപ്പോൾ നമ്മൾ ഈ സ്പൂണാണെങ്കിൽ 2 സ്പൂൺ ലിക്വറൈസ് ആഡ് ചെയ്യുക. വലിയ സ്പൂണാണെങ്കിൽ 1 സ്പൂൺ ലിക്വറൈസ് ആഡ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് പാക്കായിട്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ സിറമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ദിവസവും യൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിറമായിട്ടൊക്കെ എടുക്കുമ്പോൾ മാക്സിമം ഒരു 3 ഡേയ്സ് വരെ ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. 7 ഡേയ്സോ അല്ലെങ്കിൽ 2 വീക്സോ ഒന്നും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഇഫക്റ്റ് നമ്മൾക്ക് കിട്ടില്ല കേട്ടോ. റിസൾട്ട് വളരെ കുറവായിരിക്കും. സോ അപ്പം 3 ഡേയ്സ് മാക്സിമം വെക്കുക. ആ രീതിയിൽ മാത്രം അത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഫേസ് പാക്ക് ആണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഇപ്പോൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോലെയുള്ള പ്രോബ്ലംസ് ആണ്, നല്ലതുപോലെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ നമ്മൾ ആദ്യത്തെ ഒരാഴ്ച റെഗുലറായിട്ട് ഡെയിലി യൂസ് ചെയ്യുക. അതിനുശേഷം ആ 7 ദിവസം കഴിയുമ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് യൂസ് ചെയ്യാം. പിന്നെ ഈ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നവർക്ക്, ഇത് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇതിനിടയിലുള്ള ദിവസങ്ങളിൽ ഈ സിറം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. അപ്പം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവാണ്. പിന്നെ ചെയ്യേണ്ട രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറം ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഫേസൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം സിറമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ലൈറ്റ്ലി മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 30 മിനിറ്റ്സ് അങ്ങനെ വെക്കുക, കഴുകിക്കളയുക. പിന്നെ പൊട്ടറ്റോ ആകുമ്പോൾ ചിലർക്ക് ഒരു ചെറിയൊരു ഇച്ചിങ് സെൻസേഷനൊക്കെ വരും. അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് ചൊറിയുന്നത് പോലൊക്കെ തോന്നും. പക്ഷെ അത് വലിയൊരു പ്രോബ്ലം അല്ല കേട്ടോ. പിന്നെ ഒരുപാട് റെഡ്നെസ് അങ്ങനെയൊക്കെയുള്ള കാര്യം ആവുകയാണെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യേണ്ട. പിന്നെ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നവർ നമ്മൾ നല്ലതുപോലെ ഫുള്ള് നെക്കിലും അതുപോലെ ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് വയ്ക്കുക. അതിനുശേഷം കഴുകിക്കളഞ്ഞതിന് ശേഷം നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജെല്ല് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഈ പിഗ്മെൻറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളാകുമ്പോൾ പപ്പായ ജെല്ല് നല്ലതാണ്, അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓവർനൈറ്റ് ഒന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ, സിറം ആയാലും ഫേസ് പാക്ക് ആയാലും. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.